City Gold, Gold and Diamonds, Kerala and Karnataka. രാജ്യത്തെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ 2026 27 അല്ലെങ്കിൽ ചിലപ്പോൾ 28 നടപ്പിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ശമ്പള കമ്മീഷൻ തന്നെ നമുക്ക് ലഭിക്കാത്ത അവസ്ഥ വരും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 7ാം ശമ്പള കമ്മീഷനിൽ സാധാരണ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ അവസാനം പറയാറുണ്ട് 10 വർഷം കഴിയുമ്പോൾ അടുത്ത ശമ്പള കമ്മീഷൻ വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ 7ാം ശമ്പള കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഒരു ശമ്പള കമ്മീഷൻ വേണോ എന്നുള്ള ചോദ്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. DA 6 മാസം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് DA കിട്ടുന്നതുകൊണ്ട് ഒരു ശമ്പള കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയമാണ് 7ാം ശമ്പള കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ആയാൽ മാത്രമേ ഒരു ശമ്പള കമ്മീഷൻ ഉണ്ടാവുകയുള്ളൂ. വെറുതെ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് NPS. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരിൽ ഏകദേശം 75%-ലേറെ, 75 അല്ല, അതിൽ ആകെ ഒരു 10-20% മാത്രമേ OPS-ൽപ്പെട്ടവർ ഇപ്പോൾ സർവീസിലുണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവരും NPS-ൽപ്പെട്ടവരാണ്. NPS-ന്റെ ദുരിതം നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. പല ജീവനക്കാരും റിട്ടയർ ചെയ്യുമ്പോൾ 1000-2000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. പിന്നീട് പെൻഷൻ റിവിഷൻ ഇല്ല, പിന്നീട് DA ഇല്ല. പിന്നീട് 30-40 കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ പെൻഷൻ കൊണ്ട് ജീവിക്കേണ്ടി വരും. ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ്. അതേസമയം OPS-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഓരോ ശമ്പള കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. ഇത് മാറ്റണമെന്ന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. കഴിഞ്ഞ 2ാം NDA ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. NPS എങ്ങനെ പരിഷ്കരിക്കാം, NPS എങ്ങനെ പിന്മാറാമല്ല, എങ്ങനെ NPS-ൽ മാറ്റം വരുത്താം എന്നാണ് ആ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ്. ചെറിയ മാറ്റം വരുത്തും എന്നാണ് തോന്നിയത്. അത്തരത്തിലുള്ള റൂമേഴ്സ്, അഭ്യൂഹങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി നേരിട്ടു, വല്ലാത്ത രീതിയിൽ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ആ കമ്മിറ്റി വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസം മുമ്പ് ആ കമ്മിറ്റി നമ്മുടെ മീറ്റിങ്ങിൽ കേന്ദ്ര മേഖലയിൽ പ്രധാനപ്പെട്ട റെയിൽവേ ജീവനക്കാരുടെ സംഘടനയാണ് ഒരു പ്രധാനപ്പെട്ട സംഘടന JCM-ൽപ്പെട്ടത്. അതുപോലെ തന്നെ ഡിഫൻസ് ജീവനക്കാരുടെ സംഘടനയാണ് മറ്റൊരു സംഘടന. പിന്നെ മൂന്നാമതായിട്ടാണ് നമ്മുടെ കോൺഫെഡറേഷൻ വരുന്നത്. നമ്മളെടുത്തിരിക്കുന്ന തീരുമാനം NPS-ന് പകരം OPS തന്നെ വേണം എന്നുള്ളതാണ്. മറ്റു രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നുള്ളതാണ്.
പക്ഷേ റെയിൽവേ സംഘടനകൾ പറയുന്നത് ഒരു 40% തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അംഗീകരിക്കാമെന്നുള്ളതാണ്. അതാണ് റെയിൽവേ സംഘടനകളുടെ നിലപാട്. 40% കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് റിവിഷൻ വരുമോ, അതിന് DA കിട്ടുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഡിഫൻസ് ജീവനക്കാരുടെ സംഘടന മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഏതായാലും യോഗം നടത്തുകയാണ് ചെയ്തത്. ഈ ബഡ്ജറ്റിൽ ചില സമയത്ത് കാരണം ഈ തിരിച്ചടിയൊക്കെ തന്നെ നേരിട്ടത് കൊണ്ട് ഇപ്പോൾ ഈ വരാൻ വേണ്ടി പോകുന്ന ബഡ്ജറ്റിൽ എന്തെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രഖ്യാപനം ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ പെൻഷൻ പദ്ധതി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നമ്മുടെ ഈ സംഘടനകളുടെ അംഗീകാരം പിൻവലിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ അംഗീകാരം പിൻവലിച്ചത് റാഞ്ചി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തു. നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തു. അത് ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തു. പക്ഷേ എന്നിട്ടും കോടതി വിധി നടപ്പിലാക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഇപ്പോൾ എന്താ ചെയ്യുന്നതിനോ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. കാരണം നമ്മൾ കൊൽക്കത്ത കോടതിയിൽ കേസുണ്ട്, ഡൽഹി കോടതിയിൽ കേസുണ്ട്, റാഞ്ചി കോടതിയിൽ കേസുണ്ട്, ചെന്നൈ കോടതിയിലും ബാംഗ്ലൂരും 5 കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റാഞ്ചി കോടതിയുടെ വിധി ഇൻവാലിഡായി മാറും. സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റാഞ്ചി കോടതി ഉണ്ടാക്കിയ സ്റ്റേ ഇൻവാലിഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ തന്ത്രവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിൽ നമുക്കറിയാം പ്രതിസന്ധിയിലാക്കുന്ന സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ഈ വിധിക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണ് ഈ സമരം. അതോടൊപ്പം തന്നെ നമുക്കറിയാം GDS ജീവനക്കാരുടെ പ്രശ്നം, പാർട്ട് ടൈം ജീവനക്കാരുടെ പ്രശ്നം, കാഷ്വൽ ജീവനക്കാരുടെ പ്രശ്നം, കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് തുടർന്ന് നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിലും വളരെ സജീവമായി പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 8 വർഷം കൊടുക്കുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ അന്നത്തെ നേതാവായിരുന്ന സഖാവ് M. കൃഷ്ണേട്ടന് ഉന്നയിച്ച സമയത്ത് അന്നത്തെ റെയിൽവേയുടെ നേതാക്കന്മാർ വളരെ ഉദാസീനമായ നിലപാടാണ്. അവർ പറഞ്ഞു എന്നാൽ പിന്നെ 5 വർഷം കൊടുത്താൽ നിങ്ങൾക്കാക്കി കൂടെ ഈ ശമ്പള പരിഷ്കരണം എന്നാണ് ചോദിച്ചത്. എപ്പോഴും റെയിൽവേയുടെ ഭാഗത്തുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഈ കമ്മീഷന് മുമ്പിൽ പലപ്പോഴും നമ്മൾക്ക് അറിയാം കുറച്ച് ബാക്കൗട്ടാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു പ്രശ്നമാണ് ഒറിജിനൽ പെൻഷൻ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒറിജിനൽ പെൻഷൻ റീസ്റ്റോർ ചെയ്യുന്നില്ലെങ്കിലും മറ്റ് സമാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ ഒറിജിനൽ പെൻഷനിലേക്ക് വരികയും എന്നാൽ 2-3 സംസ്ഥാനങ്ങൾ അത് വരുമെന്നുള്ള സൂചന പെൻഷൻ 9,000+ DA എങ്കിലും കൊടുത്തുകൊണ്ട് ഈ NPS-ൽ കൂടുതൽ ആനുകൂല്യം നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒറിജിനൽ പെൻഷൻ തന്നെ റീസ്റ്റോർ ചെയ്യാനെന്ന് പറയുന്നത്. അതും അങ്ങനെ തന്നെ പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നുള്ള വേക്കൻസികൾ അത്രയും എടുക്കാതെ കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിക്രൂട്ടിംഗ് ഡിവിഷനായി മാറുകയും അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന റിക്രൂട്ടിംഗ് ഏജൻസിക്ക് കൊടുക്കാതെ വീണ്ടും പഴയതുപോലെ തുടരുന്ന സമയത്താണ് ഇപ്പോൾ കേരളത്തിലെ മറ്റ് ജില്ലകളിലും കൂടി ആളുകൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ അഖിലേന്ത്യാ മറ്റ് ഓരോ സംസ്ഥാനത്തുള്ള കുട്ടികൾക്ക് പോലും ഈ പരീക്ഷ എഴുതി ഇവിടെ വന്ന് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തുടരാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ് കാസർഗോഡ് ജില്ല റിക്രൂട്ടിംഗ് ഡിവിഷനായി പോകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വരുംകാല പ്രക്ഷോഭങ്ങളിൽ മുഴുവൻ ആളുകളുടെയും മുഴുവൻ ജീവനക്കാരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഫെഡറേഷന് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തും. പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതോളം ചാർട്ടർ ഡിമാൻഡ്സ് മുന്നോട്ട് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള യുവസഖാക്കൾക്കും യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യോഗ ഉദ്ഘാടനം ചെയ്ത APRA അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഹാബിരായിരട്ടൻ, യോഗ അധ്യക്ഷം വഹിച്ച കോൺഫറൻസ് ജില്ലാ പ്രസിഡന്റ് ഗംഗാധരട്ടൻ, സ്വാഗതം വരളിയ കോൺഫറൻസ് ജില്ലാ സെക്രട്ടറി ജലശ്രീ, NSA ഡിവിഷൻ പ്രസിഡന്റ് പ്രേംകുമാർ ഇന്ന് സഹാക്കം യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ 8ാം ശമ്പള അനുവദിക്കുക.
ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ അംഗീകരിക്കുക. കാഷ്വൽ TDS ജീവനക്കാരെ റെഗുലൈസ് ചെയ്യുക. NFP, ISR, SA സംഘടനകളുടെ അംഗീകാരം പുനഃസ്ഥാപിക്കുക. ഇൻക്ലാബ് City Gold, Gold and Diamonds, Kerala and Karnataka.